നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം സ്പൈനൽ കനാൽ സ്റ്റീനോസിനെ പറ്റിയാണ്. നട്ടലിനുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമായ സ്പൈനൽ കനാൽ സ്റ്റീനോസ്, അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ആയുർവേദത്തിലുള്ള ചികിത്സയൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സ്പൈനൽ കനാൽ സ്റ്റീനോസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. സെൻട്രൽ കനാൽ സ്റ്റീനോസ്, അതേപോലെ തന്നെ ലാറ്ററൽ സ്പൈനൽ സ്റ്റീനോസ്. അപ്പം സുഷുമ്നാ നാഡി സഞ്ചരിക്കുന്ന ആ ഒരു കനാലിലുണ്ടാകുന്ന തടസ്സമാണ് സെൻട്രൽ കനാൽ സ്റ്റീനോസിൻ്റെ കാരണം. അപ്പോൾ ഇതൊരു വെർട്ടിബ്രയുടെ മോഡലാണ്, ലെംബാർ വെർട്ടിബ്രയുടെ മോഡലാണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന സുഷുമ്നാ നാഡി ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സുഷുമ്നാ നാഡി സഞ്ചരിക്കുന്ന ഈ ഒരു കനാൽ, അപ്പോൾ ഈ ഒരു കനാലിന് ഉണ്ടാകുന്ന ചുരുക്കവും അതുമൂലം ഉണ്ടാകുന്ന അനുബന്ധ പ്രശ്നങ്ങളും, അതേപോലെ തന്നെ ഈ സുഷുമ്നാ നാഡിയിൽ നിന്ന് വരുന്ന ട്രാൻസ്വേഴ്സ് നെർവ് എന്ന് പറയും. അപ്പോൾ രണ്ട് വെർട്ടിബ്രയുടെ ഇടയിലുള്ള ഇൻ്റർ വെർട്ടിബ്രർ ഫൊറാമിന് ഇടയിലൂടെ വരുന്ന ഈ ട്രാൻസ്വേഴ്സ് നെർവ് റൂട്ടിന് ഉണ്ടാകുന്ന തടസ്സത്തിന് കാരണം. അപ്പോൾ ആ ഒരു തടസ്സമാണ് ലാറ്ററൽ സ്പൈനൽ സ്റ്റീനോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു പ്രായമായ ആൾക്കാർ, അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരു ആർത്രൈറ്റിസ് തന്നെയാണ് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത്. അപ്പോൾ കാരണങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് രോഗികൾ പലപ്പോഴും ഒ പി ഡിയിലേക്ക് വരുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാന ലക്ഷണം, നമ്മൾ പലപ്പോഴും പല സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്, ഗ്രോസറി കാർട്ട് ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ആ ഒരു മുന്നോട്ട് കൂനിയ ഒരു നടത്തമായിരിക്കും അവർക്ക് കൂടുതലായിട്ടുണ്ടായിരിക്കുന്നത്. കാരണം ആ ഒരു കൂനുമ്പോഴത്തേക്ക് അവർക്ക് വേദനയ്ക്കൊക്കെ ഒരു കുറവുണ്ടാവും, ഒരു ആശ്വാസം ഉണ്ടാവും. ശരീരം ഞെളിയുമ്പോഴത്തേക്ക് വേദനയൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ വേറെ ലക്ഷണം എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ക്ലോഡിക്കേഷനാണ്. അതേപോലെ പലപ്പോഴും കാലിലൊക്കെ നമ്പരസും ഈ തടസ്സം അനുസരിച്ചിട്ട് അനുബന്ധ ലക്ഷണങ്ങളൊക്കെ രോഗിക്കുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു സ്പൈനൽ കനാൽ സ്റ്റീനോസിൻ്റെ ഓരോ കാരണങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. പ്രധാനമായിട്ടും ഈ ഒരു ലെംബാർ വെർട്ടിബ്രയുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ലിഗമെൻറ്റ്സ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൻറ്റീരിയർ ലോഞ്ചിറ്റ്യൂഡൽ ലിഗമെൻ്റ് എന്ന് പറഞ്ഞ പോലെ, അതേപോലെ പോസ്റ്റീരിയർ, അതേപോലെ ലിഗമെൻ്റ് ഫ്ലാവം, അങ്ങനെ പലതരത്തിലുള്ള ലിഗമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ലിഗമെൻറ്റ്സിനുണ്ടാകുന്ന ഒരു ഹൈപ്പർട്രോഫി, ഓരോ ലിഗമെൻറ്റ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ട് ഓരോ ലക്ഷണങ്ങൾ നമുക്ക് കാണാം. പ്രധാനമായിട്ടും ഈ ലിഗമെൻറ്റ്സ് ഉണ്ടാകുന്ന ഒരു വീക്കം ഒരു പ്രധാന പ്രശ്നമാണ്. അതേപോലെ നേരത്തെ പറഞ്ഞ ഒരു പ്രായസംബന്ധമായിട്ട്, ഏജ് റിലേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ ഒരു ഫാസറ്റ് ജോയിൻസിനുണ്ടാകുന്ന ആർത്രൈറ്റിസ്, അതിൻ്റെ അനന്തരഫലമായിട്ട് അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് ഉണ്ടാകുന്ന വ്യത്യാസം, അപ്പോൾ അത് പിന്നീട് സ്റ്റീനോസിന് കാരണമാകും. അതിൻ്റെ ഒരു ഹൈപ്പർട്രോഫി, ആ ഒരു ഫാസറ്റ് ജോയിൻ്റ് ഹൈപ്പർട്രോഫിയൊക്കെ ഈ പറഞ്ഞൊരു സ്റ്റീനോസിന് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു കണ്ടീഷനാണ് ഈ വെർട്ടിബ്രയുടെ ഇടയ്ക്കുള്ള ഡിസ്കിനുണ്ടാകുന്ന ഒരു പ്രൊലാപ്സ്, അല്ലെങ്കിൽ ഡിസ്ക് തള്ളി വരുന്നതും, അതും ഈ പറഞ്ഞൊരു കനാലിൻ്റെ ചുരുക്കത്തിന് കാരണമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 13 mm മുകളിലോട്ടൊക്കെയാണ് സ്പൈനൽ കനാലിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അതൊരു 10 mm ചുരുങ്ങി പോകുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ കൂടുതലായിട്ടുണ്ടാകുന്നത്. കൂടുതൽ ന്യൂറോളജിക്കൽ സിംറ്റംസ് ഒക്കെ രോഗിക്കുണ്ടാകുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ ഈ ഒരു രോഗത്തിൻ്റെ ചികിത്സയെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെ ഓരോ കണ്ടീഷൻ അസ് ചെയ്തിട്ട്, അതിപ്പം ആർത്രൈറ്റിസ് സംബന്ധമായിട്ടാണോ, അതല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ആണോ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആണോ, അങ്ങനെ ഓരോ കാരണങ്ങൾ, എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു സ്പൈനൽ സ്റ്റീനോസ് ഉണ്ടാകുന്നതെന്ന് അത് ഓരോന്നും അസസ് ചെയ്ത് അതനുസരിച്ചിട്ടുള്ള ഔഷധ പ്രയോഗ രീതികളൊക്കെയാണ് ആയുർവേദത്തിലുള്ളത്. നേരത്തെ പറഞ്ഞ ഹൈപ്പർട്രോഫി പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ ലേപപ്രയോഗങ്ങളും, അതേപോലെ തന്നെ സ്നിഗ്ധമായിട്ടുള്ള രൂക്ഷ പ്രയോഗവിധികളും, ഉപനാഹസ്വേദങ്ങളും, അതേപോലെ തന്നെ ജംബീരവിണ്ട സ്വേദം, അങ്ങനെ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഔഷധ പ്രയോഗവിധികൾ, പലതരത്തിലുള്ള കഷായ വിധികളൊക്കെ സെലക്ട് ചെയ്ത് രോഗിയുടെ ആ ഒരു എന്താണ് ആ ഒരു സ്റ്റീനോസിന് കാരണം എന്നുള്ള പ്രത്യേകം അസസ് ചെയ്ത് അതിൻ്റെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള രോഗിക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സയും, അതോടൊപ്പം തന്നെ ആ സ്റ്റീനോസ് അല്ലെങ്കിൽ ആ ചുരുക്കം മാറാൻ വേണ്ടിയുള്ള ചികിത്സയൊക്കെയാണ് ആയുർവേദത്തിൽ ചെയ്തു വരുന്നത്. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.